ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സേഫായിട്ടിരിക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ കറി ആയിട്ടാണ്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ചിക്കൻ കറിയൊന്നുമല്ല, എല്ലാവർക്കും ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയാം, ചിക്കൻ കറി ഉണ്ടാക്കാറുണ്ട്. അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്നത് മൈ സ്റ്റൈൽ ഓഫ് ചിക്കൻ കറിയാണ്. ഞാൻ സാധാരണ എങ്ങനെയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിക്കൻ കറിക്ക് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഈ ഒരു ഏരിയ ഫുള്ള് കണ്ടെയ്ൻമെൻറ്റ് സോണായിട്ട് നമുക്കൊരു 2-3 ആഴ്ചയായിട്ട് നമ്മളൊരു പ്യുവർ വെജിറ്റേറിയൻ സ്റ്റൈലിലാണ് പോകുന്നത്. പ്യുവർ വെജ് എന്ന് പറയാൻ പറ്റത്തില്ല, ഉണക്കമീനും മുട്ടയും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമായിരുന്നു. ചിക്കൻ, ബീഫ്, മീൻ ഇതൊന്നും കിട്ടാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് കുറച്ച് ചിക്കൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചിക്കൻ കറി വെക്കാൻ പോയപ്പോൾ ഞാൻ ഓർത്തു, നമ്മൾ വീഡിയോ ഇടാനും കണ്ടൻ്റ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയല്ലേ, എന്തായാലും ചിക്കൻ കറി വെക്കുകയല്ലേ, എങ്കിൽ പിന്നെ അതൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ഈ രീതിയിലല്ല ചിക്കൻ കറി വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇനി ചിക്കൻ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുക. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ടുവന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതനുസരിച്ചിട്ട് ഇനി കറിയിൽ മസാലകൾ ചേർക്കുള്ളൂ. അപ്പോൾ ഇത് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒരു 1/2 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ അത്രയും ബെറ്ററാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കറിക്ക് വേണ്ടുന്ന ബാക്കി ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പാത്രത്തിലാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. പക്ഷേ നമുക്ക് ചിക്കൻ ഇതിൽ ഫ്രൈ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനൊരു പരന്ന നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. കറി വെക്കുന്ന പാത്രത്തിലല്ല ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്, ഫ്രൈ ചെയ്തിട്ട് തന്നെയാണ് എപ്പോഴും കറി വെക്കുന്നതും. അപ്പം ഇതുപോലെ പരന്ന നോൺ സ്റ്റിക്കിൻ്റെ പാനിലിട്ടിട്ടാണ് ചെയ്യുക. നമ്മൾ ഈ പാത്രത്തിലിട്ടിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കറി വെക്കുന്ന പാത്രത്തിൽ ഫ്രൈ ചെയ്തെടുത്താലും മതി. 2 പാത്രം വൃത്തിയേടാക്കിയിട്ട് കഴുകാൻ മടിയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, അതാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ്റെ പീസുകൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഓവറായിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കണ്ട, ഒരു 5 മിനിറ്റ് തന്നെ മതി. ഒരു 2 മിനിറ്റ് ഒരു സൈഡ് ഫ്രൈ ചെയ്ത ശേഷം അതൊന്ന് മറിച്ചിട്ട് മറു സൈഡും ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത്ര തന്നെ മതി. ഒരുപാട് നേരം ഓവറായിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കണ്ട. ജസ്റ്റ് ആ ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നാൽ മാത്രം മതി. അത്രയാവുമ്പോൾ നമുക്ക് കോരി മാറ്റിയെടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചിക്കനിലുള്ള വെള്ളമെല്ലാം ഇറങ്ങിയിട്ട് എണ്ണയിൽ കൂടുതലും വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ആയി പോവും. അപ്പോൾ നമുക്ക് അത് ഓയിലായിട്ട് തന്നെ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുമ്പോൾ ആ വെള്ളം അപ്പോൾ തന്നെ അങ്ങ് വറ്റിപ്പോയിക്കോളും. ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്ത ശേഷം ഓയിൽ കുറച്ച് നേരവും കൂടി ഒന്ന് ചൂടാക്കണം, അതിലെ വെള്ളമെല്ലാം വറ്റി പോകുന്നതിനായിട്ട്. അതിനുശേഷം ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ, ഒരു 3-4 ഏലക്കായ, ഒരു 2 ചെറിയ പീസ് പട്ടയും, ഒരു 2-3 ഗ്രാമ്പൂ, ഇത്രയും കൂടി ഇതേ ഓയിലിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിനി വേറെ ഓയിലൊന്നും വേണ്ട, നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത ഇതേ ഓയിലിൽ തന്നെയാണ് മസാല പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. ഉലുവയെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1.5 കപ്പ് ചെറിയ ഉള്ളി ചതച്ചതും ഒരു 3 സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി തന്നെ ചേർക്കണം എന്നില്ല, അതിനും കൂടി പകരമായിട്ട് സവാള ചേർത്താലും മതി. ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ കുറച്ചും കൂടി കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പെട്ടെന്നൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ സവാള എടുത്താലും മതി. നമുക്ക് സമയമുള്ളപ്പം ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ അത് രണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഒരു പകുതി മുക്കാൽ വഴന്ന് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു 3-4 പച്ചമുളക് കീറിയതും കൂടി നീളത്തിൽ കീറിയെടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് ഒന്നും കൂടി വഴറ്റി കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തത്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇപ്പോൾ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ ബാക്കി കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാളയും ഇതൊക്കെ എത്ര നന്നായിട്ട് വഴന്ന് വരുന്നു അത്രയും കറിക്ക് ടേസ്റ്റ് കൂടും. ഇതെല്ലാം നന്നായിട്ട് വഴന്ന ശേഷം ഞാനിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഗരം മസാല ഇപ്പോൾ ചേർക്കുന്നില്ല, ലാസ്റ്റ് മാത്രമേ ചേർക്കുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ആ മസാലയുടെയൊക്കെ ഒരു പച്ച മണം മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങ കൊത്തിട്ട് കറി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. നമ്മൾ എപ്പോഴൊന്നും തേങ്ങ കൊത്തിട്ട് ഉണ്ടാക്കാറില്ല. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കുറേ ദിവസം കൂടിയിട്ട് ചിക്കൻ കിട്ടിയതുകൊണ്ട് കുറച്ച് അടിപൊളിയായിട്ട് വെക്കാമെന്ന് നിർത്തിയിട്ടാണ് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടത്. അപ്പോൾ ഇതെല്ലാം മസാലയെല്ലാം മൂത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് 2 തക്കാളിയും കൂടി ഇട്ടിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കുഴഞ്ഞു വരണം, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട്.
ഇനി നമ്മൾ കറി വെക്കാനുള്ള പാത്രത്തിലേക്ക് ഇത് രണ്ടും കൂടി മാറ്റി കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് ഇങ്ങനെ മെനക്കെടാൻ വയ്യ, 2 പാത്രമൊന്നും അഴുക്കാക്കാൻ വയ്യ എന്നുണ്ടെങ്കിൽ ഒറ്റ പാത്രത്തിൽ തന്നെ ചെയ്താൽ മതി. ഞാനിപ്പോൾ ആ മസാലയൊക്കെ ഒന്ന് ഇളക്കിയെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ആ പരന്ന പാത്രത്തിൽ തന്നെ ചെയ്തത്. അപ്പം ഇത് എന്നിട്ട് നമ്മൾ കറി വെക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട്, ഉരുളക്കിഴങ്ങാണത്. അപ്പോൾ നമ്മൾ എപ്പോൾ ചിക്കൻ കറി വെച്ച് കഴിഞ്ഞാലും ബീഫ് കറി വെച്ച് കഴിഞ്ഞാലും ഉരുളക്കിഴങ്ങ് ചേർക്കാറുണ്ട്. ചിക്കൻ കറിയിൽ വലുതായിട്ട് ചേർത്തില്ലെങ്കിലും ബീഫ് കറിയിൽ സ്ഥിരമായിട്ട് ഉരുളക്കിഴങ്ങ് ചേർക്കാറുണ്ട്. അപ്പോൾ 2 ചെറിയ ഉരുളക്കിഴങ്ങ് വലിയ പീസായിട്ട് മുറിച്ചെടുത്തത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. തീരെ ചെറിയ പീസായി കഴിഞ്ഞാൽ അത് വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ ചിക്കൻ്റെ അതേ കൂടെ വെന്ത് കിട്ടാൻ ആ ഒരു പരുവത്തിനാണ് നമ്മൾ മുറിച്ചെടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ചേർക്കുന്നത് കൊണ്ട് 2 ഉണ്ട് കാര്യം. ഒന്ന്, ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ കുട്ടികൾക്ക് ഈ ഉരുളക്കിഴങ്ങ് കഴിക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഈ ഒരു ഇറച്ചിക്കറിയിൽ കിടക്കുന്ന ഉരുളക്കിഴങ്ങിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഒന്ന്, മീറ്റ് കുറവുള്ള സമയങ്ങളിൽ, നമുക്ക് ചിക്കൻ്റെയും ബീഫിൻ്റെയൊക്കെ പീസ് കുറവുള്ള സമയങ്ങളിൽ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് കറി നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ 2 ഉദ്ദേശത്തിലാണ് നമ്മൾ സാധാരണ ഉരുളക്കിഴങ്ങ് ചേർക്കുന്നത്. കാര്യം എന്ത് തന്നെ ആയിരുന്നാലും ആ ഉരുളക്കിഴങ്ങ് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ, കറിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇനി എന്തായാലും ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടും കൂടി ഒന്ന് കറി ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള. നമ്മൾ ഓൾറെഡി ചിക്കൻ ഫ്രൈ ചെയ്തതുകൊണ്ട് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2.5 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചൂടുവെള്ളം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം. ഗ്രേവിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ എത്ര വേണോ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് ഗ്രേവി മതി എന്നുണ്ടെങ്കിൽ വെള്ളവും കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പം കുറച്ച് നമ്മൾ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള പരുവത്തിനാണ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2.5-3 കപ്പോളം വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കണമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് ഒരു 3 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വെക്കണം. നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം മാത്രം അടച്ച് വെച്ച് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കറി തിളച്ച് നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണോളം ഗരം മസാല ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു മണം പ്രത്യേകമായിട്ട് കറിക്ക് കിട്ടും. പിന്നെ നമ്മൾ ഓൾറെഡി ആദ്യമേ കറുകപ്പട്ടയും ഗ്രാമ്പു ഏലക്കയൊക്കെ ചേർത്തത് കൊണ്ട് 1 ടീസ്പൂൺ ഗരം മസാലയുടെ ആവശ്യം തന്നെ ഉള്ളൂ. അപ്പോൾ മസാല ചേർത്തിട്ട് അടച്ച് വെച്ചൊരു 10 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡിയാണ്. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കറിവേപ്പില ഇട്ടിട്ട് ഞാൻ ഇളക്കുന്നൊന്നുമില്ല, ഇങ്ങനെ തന്നെ അടച്ച് വെച്ചിട്ട് തീ ഓഫ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് സെർവ് ചെയ്യാൻ നേരത്ത് എടുത്താൽ മതി. അപ്പോൾ ആ ഒരു കറിവേപ്പിലയുടെ ഫ്ലേവറും കൂടി നന്നായിട്ട് കറിക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സാധാരണ ചിക്കൻ കറി വെക്കുന്നത് ഈ രീതിയിലല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയ ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേറൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.